ഹായ് ഹലോ നമസ്കാരം. ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ഗേറ്റ് വില്ല കമ്മ്യൂണിറ്റി വില്ല പ്രൊജക്റ്റാണ്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് വളരെ അടുത്തായി, കളമശ്ശേരിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും 3.5 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ പ്രൊജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 11 കിലോമീറ്റർ മാത്രം ദൂരവും ആലുവ ടൗണിലേക്ക് 7.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട്. ധാരാളം വീടുകൾ വരുന്ന നല്ലൊരു പ്രൊജക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 5ഓളം വീടുകൾ ബുക്കിംഗ് ആയി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ വീട്ടിലെ കിഴക്ക് ദർശനമായി വരുന്ന ഒരു ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടിൻ്റെ വിശേഷമാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുമുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മൾ ഈ കാണുന്ന വീട് 6 സെൻറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന് ലഭിക്കുന്നുണ്ട്. വീടിന് ചുറ്റും ഗാർഡനുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KWA കണക്ഷനുമാണ് നൽകിയിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായ കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ലിവിംഗ് സ്പേസ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നിർമ്മിച്ചൊരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ കാണുന്നത്. ഫർണിച്ചറുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു സ്പേഷ്യസായ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്ക് കാണാം നല്ല ഭംഗിയിൽ ലക്ഷറി മോഡലിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 6 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായാണ് ഇവിടുത്തെ വാഷ് ഏരിയ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു ഓപ്പൺ കിച്ചണാണ്. മനോഹരമായ രീതിയിൽ തന്നെ ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസായി തന്നെയാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹുഡ് ആൻഡ് ഹോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വൈറ്റ് കളർ നാനോ ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഏതാണ്ട് 20 അടിയോളം നീളം വരുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് ഒരു 12 അടിയോളം വീതിയും ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫുള്ളി ഫർണിഷ്ഡായിട്ടാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നു. കൂടാതെ എയർ കണ്ടീഷൻ സൗകര്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാൾഡ്രോബ് സൗകര്യമാണെങ്കിൽ വിശാലമേറിയൊരു വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അവൈലബിൾ ആണ്. നല്ല ലക്ഷറി ഫീലിങ്സ് തന്നെ. ഒരു വെറ്റ് ആൻഡ് ഡ്രൈ തിരിച്ച് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം നമുക്കൊന്ന് കണ്ടാൽ ഈ ഒരു ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂമായി വരുന്നു. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസായി തന്നെയാണ് ബാത്റൂമും നൽകിയിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കണ്ടാലോ. സ്റ്റെയർകേസ് ആണെങ്കിൽ ഒരു കാൻഡിലിവർ സ്റ്റെയർകേസാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ വുഡൻ ഫിനിഷുള്ള ടൈൽസുകളും ഹാൻഡിലിനെ ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. മനോഹരമായൊരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഒരു TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കാണാം. നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ ഡബിൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഭംഗി, നല്ല സ്പേഷ്യസായി തന്നെയാണ് ഈ ഒരു ഏരിയ ഫീൽ ചെയ്യുന്നത്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോർ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റഡി ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 15 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മിറർ യൂണിറ്റ് എല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാണ്ട് ഒരു 15 അടി നീളവും ഒരു 13 അടി വീതിയുമാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂമാണ് നമ്മൾ ഈ കാണുന്നത്. കൂടാതെ ഒരു ബാൽക്കണിയും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. 2750 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 6 സെൻറ്റ് വരുന്നുണ്ട്. ഒരു 3 കാറുകളെല്ലാം പാർക്ക് ചെയ്യാം. ഈസി പാർക്ക് ചെയ്യാനുള്ള സ്പേസും അവൈലബിൾ ആണ്. 4 ബെഡ്റൂമുകൾ നൽകുന്നുണ്ട്. കൂടാതെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ സ്റ്റഡി റൂമും പ്രൊവൈഡ് ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലെ ഈ വീടുകൾക്ക് ഇവിടെ ഈ ഒരു വീടല്ല, ധാരാളം വീടുകൾ അവൈലബിൾ ആണ്. ഇനി നമ്മളിപ്പോൾ കണ്ട ഈ വീടിന് ചോദിക്കുന്ന വില ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണെങ്കിൽ 1,52,00,000 രൂപയാണ് വില. തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഇനി ഫർണിഷ്ഡ് വേണ്ട എന്നുണ്ടെങ്കിൽ 1,42,00,000 രൂപയാണ് ആസ്കിംഗ് റേറ്റ് വരുന്നത്. അതും നെഗോഷ്യബിൾ ആണ്. എറണാകുളത്ത് ഒരു പ്രീമിയം ക്വാളിറ്റി വില്ല പ്രൊജക്റ്റ് നോക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിത് ഈ ഒരു പ്രൊജക്റ്റ് ഉപകാരപ്രദമാകും. വിലകളെല്ലാം നെഗോഷ്യബിൾ റേറ്റ് ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഇനി നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെങ്കിൽ എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ വിളിക്കാൻ മറക്കണ്ട. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.